പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, സ്നേഹം വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യാക്കോസ്ലീഹായുടെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 6-7 തിരുവചനങ്ങളിൽ പ്രകാരം അരുളി ചെയ്യുന്നു: സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കുവാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരയ്ക്ക് തുല്യനാണ്. സംശയമനസ്കനും എല്ലാ കാര്യങ്ങളിൽ ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് കർത്താവിൽ നിന്ന് ഒന്നും ലഭിക്കുമെന്ന് കരുതരുത്. അപ്പോൾ സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ. ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും. എൻ്റെ രോഗപീഠയിൽ, എൻ്റെ കടബാധ്യതയിൽ ഇടപെടും. ദൈവമേ, എത്ര കാലമായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ കാര്യം നടക്കുന്നില്ലല്ലോ. എൻ്റെ മക്കളുടെ പഠനം, എനിക്ക് സ്വന്തമായൊരു വീടില്ല, സ്വന്തമായൊരു സ്ഥലമില്ല, എൻ്റെ ജീവിതം കടവും കടത്തിൻ്റെ കൂടുമാണ്, ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ്, എൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെടണില്ലല്ലോ എന്നോർത്തുള്ള സംശയം. ഇതാ, ദൈവം ഇടപെടും. നീ പൂർണ്ണമായും വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കണം. ദൈവം ഇടപെടും. നമുക്കവിടെ സംശയം വേണ്ട. നിശ്ചയമായും ദൈവം ഇടപെടും. അപ്പോൾ സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരയ്ക്ക് തുല്യനാണ് എന്നാണ് വചനം പറയുക. അപ്പോൾ ഇതാ, കാറ്റ് വരുമ്പോൾ കടലിലെ വെള്ളം ഇങ്ങനെ ആടി ഉലയുന്നത് പോലെ നമ്മുടെ മനസ്സിങ്ങനെ ആടി ഉലയുകയാണ്. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് സ്വസ്ഥതയില്ല, അതുകൊണ്ട് സമാധാനമില്ല, സ്വസ്ഥമായി കിടന്ന് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഈ ടെൻഷൻ കൊണ്ട്, ഈ സംശയ മനസ്കത കൊണ്ട് ആടി ഉലയാണ് നമ്മുടെ മനസ്സിങ്ങനെ. ഇതാ, ശാസ്ത്രം തന്നെ പറയുകയാണ് സംശയത്തെക്കുറിച്ച്. പാരനോയിയ എന്നാണ് ശാസ്ത്രം പറയുക. പാരനോയിയ എന്ന് വെച്ചാൽ കടുത്ത ഒരു മാനസിക രോഗമാണ്. സംശയ രോഗം അതിനെയാണ് പാരനോയിയ എന്ന് പറയുക. അത് കടുത്ത മാനസിക രോഗമാണെന്ന് പറയുന്നത്. ഇപ്പോൾ ഭാര്യയെ സംശയം, അല്ലെങ്കിൽ ഭർത്താവിനെ സംശയം, മക്കളെ സംശയം, ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടുമൊന്നുമില്ല, ഇനി വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്നുള്ള സംശയം. ആരൊക്കെ എന്തൊക്കെ മന്ത്രവാദം ചെയ്തിട്ടുണ്ട് എൻ്റെ കുടുംബത്തിൽ, അതുകൊണ്ടാണ് എനിക്ക് പുരോഗതിയില്ല എന്നുള്ള നമ്മുടെ സംശയം. ഇതാ, നമ്മളെ സംശയിക്കേണ്ട കാര്യമില്ല, ദൈവം ഇടപെടും. ഇതാ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാമത്തെ അധ്യായം 9-ാം തിരുവചനം: നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന മറുപടി നൽകും. ഇതാ, ഈ വചനത്തിൽ വിശ്വസിക്കണം, വചനം വായിക്കണം, വചനം ധ്യാനിക്കണം, വചനം പഠിക്കണം, വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇതാ, അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. നമ്മൾ ഇതാ, ഇനി സംശയ മനസ്കതയെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഈ സുപ്രഭാതത്തിൽ കർത്താവേ, ഞങ്ങളുടെ എല്ലാ കുറവുകളെയും പോരായ്മകളെയും ഞങ്ങളുടെ ഇല്ലായ്മകളെയും കർത്താവെ, എല്ലാ സംശയ മനസ്കതയെയും കർത്താവെ സമർപ്പിക്കുന്നു. കർത്താവെ, ഈ കടുത്ത മാനസിക രോഗമാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. കർത്താവെ, ഞങ്ങളുടെ സംശയം കർത്താവെ എല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, ഞങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ, ഞങ്ങളുടെ സന്യാസ ജീവിതത്തിൽ കർത്താവെ അങ്ങ് ഇടപെടണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. അങ്ങയുടെ വചനത്താൽ ഞങ്ങളങ്ങ് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ പ്രാർത്ഥിക്കണമേ. വിശുദ്ധ പിതാവേ, സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗ്ഗവാസികളോട്, മാലാഖമാരോട്,
മെത്രാന്മാരോട് ചേർന്നുകൊണ്ട് കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. തിരുസഭയോട് ചേർന്നുകൊണ്ട് കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ലോകമെമ്പാടും കർത്താവ് നടക്കുന്ന എല്ലാ പ്രാർത്ഥന ശുശ്രൂഷകളോട് ചേർന്നുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് എല്ലാ സംശയ മനസ്കതയെ മാറ്റണമേ. കർത്താവെ അങ്ങ് പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസം കർത്താവെ വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. 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 ദുഃഖങ്ങളിൽ നിങ്ങൾ തളരാതിരിക്കട്ടെ, വിജയങ്ങളിൽ അഹങ്കരിക്കാതിരിക്കട്ടെ, നിരാശയിൽ മനസ്സ് മടുക്കാതിരിക്കട്ടെ. ദുഃഖത്തിലും വീഴ്ചയിലും അല്ലലിലുമെല്ലാം അങ്ങയുടെ ദിവ്യ പദ്ധതി ഇതിൽ വിരിച്ച് കാണുവാൻ കർത്താവെ ഈ മക്കളുടെ ഉൾക്കണ്ണുകൾ അങ്ങ് തുറക്കണമേ. അങ്ങ് ദിവ്യ സ്നേഹമാവുന്ന വചനം രുചിച്ച് അനുഭവിച്ച് ആസ്വദിച്ച് അറിയുവാൻ ഇടയാക്കണമേ. ഉയർത്തെഴുന്നേറ്റ അവിടെ നിന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സമാധാനമെന്ന്. കർത്താവെ അങ്ങയുടെ സമാധാനം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും എല്ലാ കുടുംബാംഗങ്ങളെയും അങ്ങ് നിറയ്ക്കണമേ. കർത്താവെ എല്ലാ മക്കളെയും നിറയ്ക്കണമേ. നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ഒരാത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ. യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് ഒരു പുരോഹിത ജനമാകുകയും ചെയ്യട്ടെ. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.